മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവഗണനയിൽ അസംതൃപ്തനായ അലോഷ്യസ് സേവറിന് പിന്തുണയുമായി അല്ലെങ്കിൽ സപ്പോർട്ടുമായി രംഗത്ത് എത്തിയിരിക്കുന്ന പലവിധ യുവജന സംഘടനകളെയും നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ പുതിയൊരു എൻട്രിയാണ് AYF. AYFിലെ ടി ജിസ്മോൻ വല്ലാതങ്ങ് സപ്പോർട്ട് ചെയ്യുകയാണ് അലോഷ്യസ് സേവിയറിനെ. ഇപ്പോൾ ഇവർ പ്രതികരിക്കാത്ത പല വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു AYF എന്നുള്ള ഒരു സംഘടന ഇത്ര സെലക്റ്റീവ് ആകാൻ കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, അലോഷ്യസ് സേവറുമായി ബന്ധപ്പെട്ട വിഷയം ഈ പറഞ്ഞതുപോലെ KSUവിനും യൂത്ത് കോൺഗ്രസിനും പണയം വയ്ക്കാത്തൊരു നട്ടലുണ്ടെന്ന് തെളിയിക്കുകയാണ് അവർ. സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നത്, സ്വന്തം പാർട്ടി ഉൾപ്പെട്ടിട്ടുള്ള മുന്നണിയാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുക എന്ന് പറയുന്നത് ഏതൊരു യുവജന പ്രസ്ഥാനത്തിന്റെയും ബേസിക് മൂല്യങ്ങളിൽ ഒന്നായിരിക്കണം. അത് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വിഷയങ്ങളിൽ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കുറേ നീതികേടുകളുണ്ടായി, ക്രമക്കേടുകളുണ്ടായി, അഴിമതികളുണ്ടായി. പക്ഷെ അപ്പോഴെല്ലാം ശബ്ദമുയർത്താൻ ഈ പറഞ്ഞ യുവജന സംഘടനകൾ തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോൾ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ അലോഷ്യസ് സേവിയർ കൃത്യമായി പറയുകയാണ്. അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുമായി ഉരസുന്ന ഒരു സാഹചര്യം കാണുകയാണ്. ഇതിന്റെ പേരിൽ പാർട്ടിയിൽ പലരും, എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാരും അലോഷ്യസ് സേവിയറിനെ വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ എന്തിനത് പുറത്ത് പറയണം, അല്ലെങ്കിൽ എന്തിനിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, പക്ഷെ ചോദിക്കേണ്ടടുത്ത് ചോദ്യം ഉന്നയിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെയാണ് അലോഷ്യസ് സേവിയർ നിൽക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ AIYFന്റെ കാര്യം, എന്നു മുതലാണ് ഇവർക്ക് ഈ പറഞ്ഞ പ്രതികരണ ശേഷി വന്നു തുടങ്ങിയത് എന്നാണ് മനസ്സിലാകുന്നില്ലാത്തത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പോലും സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ പറഞ്ഞ അലോഷ്യസ് സേവിയർ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും AIYFന്റെയോ ASFന്റെയോ SFIയുടെയോ DYFIയുടെയോ സപ്പോർട്ടോ പിന്തുണയോ ഇതിൽ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ആരും. എനിക്കൊന്നും അലോഷ്യസ് സേവിയർ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വരെ അതിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രതിഷേധിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ AIYF പോലുള്ള സംഘടനകൾ ഈ നാട്ടിൽ ഉണ്ട്, ഞങ്ങൾ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഈ പറഞ്ഞ മെഡിക്കൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലേ, PM ശ്രീ പോലുള്ള വലിയ വിഷയം സംഭവിച്ചില്ലേ, അതുപോലെ PSC നിയമനത്തിൽ അപാകതകളുണ്ടെന്ന് ഇപ്പോഴല്ലേ കണ്ടെത്തിയത്. ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്, DYFI പൊതിച്ചോറ് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി കിച്ചൺ ഇല്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല? ഇത്തരം പല ചോദ്യങ്ങളും ഉണ്ടാവുകയാണ്. ഇങ്ങനെ പ്രതികരണശേഷി പണയം വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ഒരു നേതാവ് പ്രതികരണവുമായി മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ സപ്പോർട്ടുണ്ട് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും വലിയ ഹീറോയിസം ഒന്നുമല്ല. അത് എന്ന് പറയുന്നത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിലാണല്ലോ. ഇപ്പോൾ അലോഷ്യസ് സേവിയറിന്റെ അല്ലെങ്കിൽ അലോഷ്യസ് സേവിയറിന് ഒരു ശത്രുവായി കാണാനുള്ള VD സതീശൻ ഒരു ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാരാണ്. കേരളം ഭരിക്കുന്ന സർക്കാർ ഇവരുടെയും ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയും ശത്രുക്കളാണ്. അപ്പോൾ ഇവരുടെ ഒരു നെഗറ്റീവ് ലിസ്റ്റിലുള്ള ഈ അലോഷ്യസ് സേവിയറിനെ സപ്പോർട്ട് ചെയ്താൽ സർക്കാരിനെതിരെ ഏറ്റവും വലിയ ഒരു പ്രതിരോധ ആയുധമാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഈ AYFI അല്ലെങ്കിൽ SFI അതുപോലെയുള്ള ഓരോ യുവജന സംഘടനകൾ മാളത്തിൽ നിന്നും സപ്പോർട്ടുമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതെ, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടി കോൺഗ്രസ് ആണ്, ഈ മുന്നണിയുടെ പേര് UDF എന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു നേതാവിനെ, മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചതിന്റെ പേരിൽ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു മുന്നണിയോ പാർട്ടിയോ അല്ല ഇവിടെ ഉള്ളത്. അലോഷ്യസ് സേവിയറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അടുത്ത ദിവസങ്ങളിൽ, ചിലപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ സംസാരിച്ച് തീർക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ഒന്നുമല്ല. ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കുറെ അഭ്യൂഹങ്ങളും പ്രശ്നങ്ങളും എയറിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിലനിൽക്കുന്നത്. അത് സംസാരിച്ച് തീരുമ്പോൾ തീരും. പക്ഷെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊന്നും നേടാനില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ KSU നമ്മുടെ നാട് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നില്ല. ഇതേ സമീപനമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങളിലും പ്രതീക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന പ്രശ്നം ഊതിപ്പെരിപ്പിക്കാൻ നടക്കുന്ന കുറെ പേരുണ്ട്. ഈ പറഞ്ഞ അലോഷ്യസ് സേവിയറിന്റെ KSUവിൽ ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന കുറെ പേർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ
അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നു, പാർട്ടിയിൽ നിന്ന് രാജി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കുറേ നറേറ്റീവുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ഞാൻ രാജിയൊന്നും കൊടുത്തിട്ടില്ല, എൻ്റെ കൂടെ ഉള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പിന്തുണ നൽകുമെന്ന് നേഷൻ ഫസ്റ്റിന് വൈറ്റ് വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ പറയുന്ന പോലെ ചുമ്മാ ഉമ്മാക്കി കാണിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരാളല്ല അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഈ കോൺഗ്രസ് UDF എന്നുള്ള മുന്നണി KSUക്കാർക്ക്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിദാനം ചെയ്യുന്ന പലർക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. എത്ര SFIക്കാർക്കോ AIYFകാർക്കോ ASFകാർക്കോ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ഇടത് മുന്നണി. അങ്ങനെ പല ചോദ്യങ്ങളും തിരിച്ചു ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒരേ ത്രാസിൽ കെട്ടിത്തൂക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പ്രതികരണശേഷിയിൽ ഈ പറഞ്ഞ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും മുന്നിൽ തന്നെ നിൽക്കും. അതിപ്പോ സ്വന്തം പാർട്ടിയാണെന്ന് ഇപ്പോ നാളെ മറ്റൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കുന്നവരായിരിക്കും. ഈ പ്രതികരണത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇന്നലത്തെ ഒരു കാര്യം ഓർമ്മ വന്നു. അതായത് ഇന്നലെ PSCയുടെ ഒരു ക്രമക്കേട് കാരണം പരീക്ഷയെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ പാലക്കാടുള്ള PSCയുടെ ജില്ലാ ഓഫീസിൽ കയറി ഒരു യുവജന സംഘടന സമരം നടത്തിയിരിക്കുകയാണ്. ആരാണെന്നറിയാം? SFI. അതായത് കഴിഞ്ഞ 10 വർഷം PSCയെ അത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്ന് മുകളിലേക്ക് എത്തിച്ച ഈ ഒരു യുവജന സംഘടനകളാണ് ഇന്ന് ഒരൊറ്റൊരു ദിവസം കൊണ്ട് ഈ 1.5 ലക്ഷത്തോളം അല്ലെങ്കിൽ 2 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു ഭാവി, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പിന്നെ PSCയിൽ അപാകതകളും ഉണ്ട് എന്ന് ആദ്യമായി 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ശബ്ദമുയർത്തുന്ന SFIയെ ഞാൻ ഇന്നലെ പാലക്കാട് വെച്ച് കണ്ടു. അപ്പോൾ AYF എന്ന് പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഘടന കാര്യം പറഞ്ഞില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഉറക്കം വിട്ട് എഴുന്നേറ്റ് വരുന്ന SFI പിള്ളേർ കാര്യം പോലും അന്വേഷിക്കാതെയാണ് ഈ PSCയുടെ അപാകതക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പഴിക്കുന്നത്. ഇപ്പോ SFI പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാരൊക്കെ ചിരിക്കുകയാണ്. കാരണം ഇത്രയും നാൾ ഇവരെവിടായിരുന്നു? ഇപ്പൊ ഈ പറയുന്ന ഷോ ഓഫ് കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. SFIയും DYFI ഒക്കെ പോഷക സംഘടനകളല്ല, ഞങ്ങളൊക്കെ സ്വതന്ത്ര സംഘടനകളാണെന്നാണല്ലോ വൈപ്പ്. പക്ഷെ അവർ തന്നെ പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ സ്വതന്ത്ര സംഘടന സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം പ്രതിഷേധം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക ജീവികളാണ് ഇവർ എന്നാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് വൈദ്യുത പ്രതിസന്ധി. ആ ഒരു വൈദ്യുത പ്രതിസന്ധിക്കെതിരെ ഇപ്പോൾ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് DYFIയും AYFും. DYFIന്റെ ഒരു നേതാവ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഫൈനൽ മാച്ചിനിടയ്ക്ക് ഒരു 5 സെക്കൻഡെങ്കിലും ഈ ഒരു കറണ്ട് നിന്നുപോയാൽ DYFIക്കാർ ഒരു വരവ് വരും, ആ ഒരു വരവ് നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്ന്. മറ്റൊരു പക്ഷത്ത് AYF പറയുന്നു, കേരളത്തിലെ തുടർച്ചയായ പവർ കട്ടിനെതിരെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന്. അപ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്നുള്ള ഒരു പവർ കട്ട് അല്ലെങ്കിൽ വൈദ്യുതി അപഹരണത്തിനെതിരെ ഒന്നും തുറക്കാത്ത യുവജന സംഘടനകൾ അന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഇപ്പോ ഇതിനുള്ള മറുപടി നമ്മുടെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ സർക്കാരിനെ വിമർശിക്കാതെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാറുകളെല്ലാം റദ്ദാക്കിയ പിണറായി സർക്കാരിനെ ഒന്ന് വിമർശിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മൾ വാങ്ങുന്നതിന് പകുതി വിലയ്ക്ക് ചിലപ്പോൾ വൈദ്യുതി ലഭിക്കുമായിരുന്നു. ഇപ്പൊ പകൽ 1 രൂപയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി രാത്രി 10 രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യം, അത്രയും അധിക ഉപഭോഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് വൈദ്യുതി ലഭിക്കുന്ന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാർ റദ്ദാക്കിയത് പിണറായി സർക്കാരായിരുന്നു. ഈ പറയുന്ന പോലെ ഈ വച്ച വെടിയെല്ലാം തിരിച്ച് സ്വന്തം ചോട്ടിൽ തന്നെ വന്ന് കൊള്ളും എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ വളരെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ പ്രതിഷേധിക്കൂ. SFIയുടെ ASFിന്റെയും DYFIയുടെ ഒക്കെ പ്രതിഷേധം കാണാൻ ഞങ്ങൾക്കെല്ലാം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കൃത്യമായി ഹോംവർക്ക് നടക്കണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ പറ്റിയൊക്കെ ഹോംവർക്ക് നടത്തിയ ശേഷം ഈ പറഞ്ഞ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നാൽ കോമാളികളാകാതിരിക്കാം.